അപ്പം എങ്ങനെയായിരുന്നു ശ്യാമിൻ്റെ ആധ്യാത്മിക യാത്ര? എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഞാൻ ഒരിക്കലും എത്തണം എന്ന് വിചാരിച്ച് നിന്ന വ്യക്തിയല്ല. എനിക്ക് ആദ്യം ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് കുറച്ച് പാർട്ട്ണറുകളുണ്ടായിരുന്നു. പാർട്ട്ണർഷിപ്പിലാണ് തുടങ്ങിയത്. നല്ല രീതിയിൽ ആ കാലഘട്ടത്തിൽ എനിക്ക് പണി കിട്ടി. അതായത് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ്. പിന്നെ എനിക്ക് ഫാമിലിയിലായിരുന്നു സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വീട്ടുകാർ ആദ്യമായിട്ട് ചെയ്തിട്ട് പിന്നെ നഷ്ടപ്പെടുമ്പോൾ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ യാത്രയായിരുന്നു കുറേ. അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നത്. എവിടെയാണ് ഗുരുവിനെ കണ്ടെത്തിയത്? ഞാൻ ആദ്യമായിട്ട് ഗുരുനാഥനെ കണ്ടെത്തുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ആണ് ദത്താത്രേയ എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു തന്നത്. ആ മനുഷ്യൻ തന്നെ എന്നെ ബലി കൊടുക്കാനും കൊണ്ടുപോയി. ബലി കൊടുക്കാനോ? അതായത് മനുഷ്യബലി, നരബലി. അത് ശ്രീലങ്കയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഗുരുവിന്റെ പേരും ഐഡന്റിറ്റിയും പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലും പറയില്ല. കാരണം ആ മനുഷ്യൻ കാരണമാണ് ദത്താത്രേയ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തിയത്. അപ്പൊ ഈ ദത്താത്രേയയില് നരബലി ഉണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷർ ഹണ്ടിങ് എന്ന് പറഞ്ഞതിന് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കാണാൻ പറ്റാത്തതും എനിക്ക് കാണാൻ പറ്റിയതുമാണ് അവിടുന്ന് കാലഭൈരവൻ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള കാലഭൈരവനെ എനിക്ക് കാണാൻ പറ്റി. എവിടെ? ശ്രീലങ്കയിൽ വെച്ചിട്ട്. അനുഭവം ഒന്ന് പങ്കുവയ്ക്കോ? അവിടെ നമ്മൾ പോയ സമയത്ത് കാട്ടിൻ്റെ ഉള്ളിലാണ്. അവിടെ കാലഭൈരവ ഹോമം കഴിച്ചിരുന്നു. കാലഭൈരവ ഹോമം കഴിച്ചത് വളരെ ചെറുതായിട്ടാണ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ ട്രഷർ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇവർ കുഴിക്കാൻ വേണ്ടി നിൽക്കുമല്ലോ. അവിടെയുള്ള ആൾക്കാർ കുഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർ പേയ് അതായത് പ്രേതം എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലവിളിക്കുന്നത്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരു പട്ടിയുടെ രൂപവും ഒരു മനുഷ്യൻ്റെ രൂപവും, പക്ഷേ ഫിസിക്കൽ ഇതല്ല. ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ട്യൂബ് ലൈറ്റ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്യുവർ പ്രകാശമായിരിക്കും. ആ പ്രകാശ രൂപത്തിലാണ് കാണാൻ പറ്റിയത്. അത് ഏകദേശം ഒരു 2-2.5 തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ഒരു രൂപം എന്ന് പറയുന്നത്. അത് എനിക്കത് കാണാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം എന്നേ ഞാൻ പറയുന്നത്. ഈ ഗുരുവിനും അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഗുരു കള്ളും കുടിച്ച് നല്ല പൂസായിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുരുവായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? എങ്ങനെയാ? അപ്പോൾ പ്രപഞ്ചത്തിൽ ഗുരു അല്ലാത്തതായിട്ടൊന്നുമില്ല. ഒരാളെ എങ്ങനെ ആകണമെന്ന് കാണിച്ചു തരും, ഒരാളെ എങ്ങനെ ആകരുതെന്ന് കാണിച്ചു തരും. രണ്ടും ഗുരു തന്നെയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരം. പക്ഷെ അദ്ദേഹത്തെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം ഒരു വ്യക്തിയിൽ ദത്താത്രേയ തത്വം ഇല്ലാത്ത ഒരു സ്ഥാനത്ത് എനിക്ക് ഗുരുവായിട്ട് കാണാൻ പറ്റില്ല. എന്താണ് ഈ ദത്താത്രേയം എന്ന് പറയുന്നത്? ദത്താത്രേയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദത്തമായവൻ എന്നുള്ള അർത്ഥമാണ് ദത്താത്രേയം എന്നുള്ള. പരബ്രഹ്മം എന്നുള്ള സങ്കല്പമാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ലക്ഷ്മി, സരസ്വതി, കാളി, ഗണപതി, കാമധേനു, ഇങ്ങനെ 8 ശക്തികൾ സംയോജിത അവസ്ഥയിൽ വരുന്നതാണ് ദത്താത്രേയൻ. ദത്താത്രേയനെ യഥാർത്ഥത്തിൽ വിധിപ്രകാരം പൂജ ചെയ്യുന്നത് പാതുകത്തിലാണ്. പാതുകത്തിൽ പൂജ ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിലില്ല. പാതുകം എന്ന് വെച്ചാൽ ചെരുപ്പ്, മെതിയടി. ഓക്കെ. അപ്പോൾ ഈ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ ഇപ്പം ഈ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടതിന് ശേഷമാണോ ഈ ദത്താത്രേയ ഇതിലേക്കൊക്കെ വരുന്നത്? അതെ. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിന് ശേഷമാണ് വരുന്നതെങ്കിൽ പോലും എൻ്റെ യാത്രയിൽ ഈ ദത്താത്രേയ കൾച്ചറായതുകൊണ്ടായിരിക്കാം പല ഗുരുക്കന്മാരും എന്നെ തേടി വരാറുണ്ട്. അതായത് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്, എന്നെ തേടി ഒരു ഗുരു വരും. കാരണം നീ ഇന്ന രീതി ചെയ്യൂ, അങ്ങനെ പല നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ട്, പല അറിവുകൾ പറഞ്ഞു തരാറുണ്ട്. അല്ല, ഇപ്പോൾ ശ്രീലങ്കയിൽ പോയപ്പോൾ നരബലി നടത്താനാണ് ഗുരു കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അല്ല, അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. അവിടെ ഒരു കുംഭകർണ നിധി എന്ന് പറഞ്ഞൊരു നിധിയുണ്ട്. രാവണൻ്റെ അനുജനായ കുംഭകർണൻ നിക്ഷേപിച്ച നിധി എന്നാണ് പറയപ്പെടുന്നത്. അതെടുക്കണമെങ്കിൽ മനുഷ്യനെ ബലി കൊടുക്കണം. എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇവനെ നമുക്ക് ബലി കൊടുത്തിട്ട് ഇവൻ്റെ വീട്ടിലൊരു 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്നെ ബലി കൊടുക്കാൻ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ഗുരുഗീതയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാമാണിക അർത്ഥത്തിൽ, അതായത് ബാഹ്യാർത്ഥത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രാമാണിക അർത്ഥം എന്ന് പറയാൻ പറ്റില്ല. അതായത് പ്രത്യക്ഷ അർത്ഥത്തിൽ ഞാൻ എടുക്കുമായിരുന്നു. അതായത് ഗുരുപാദോദകം പീത്വ അല്ലെങ്കിൽ ഗുരുവൊരു ഉച്ഛിഷ്ട ഭോജനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രത്യക്ഷാർത്ഥം. ഗുരുവൊരു ഉച്ഛിഷ്ട ഭോജനം എന്ന് പറഞ്ഞാൽ ഗുരു കഴിച്ചതിൻ്റെ എച്ചിൽ കഴിക്കാമെന്ന് തന്നെയാണ്. പക്ഷേ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ഇത് തെറ്റാണ്. കാരണം എനിക്ക് അദ്ദേഹം ഗുരുവാണോ എന്ന് വെച്ചാൽ ദത്താത്രേയനെ കുറിച്ച് പറഞ്ഞു തന്നതേ ഉള്ളൂ. എനിക്ക് പറഞ്ഞു തന്ന മന്ത്രം പോലും തെറ്റാണ്. ഓം ദം ദത്താത്രേയായ നമഃ ദക്ഷിണാമൂർത്തി ബീജാണ്. അത് പിൽക്കാലത്ത് എനിക്ക് ആ മന്ത്രം നിഷ്ഠയോടുകൂടി ജപിച്ചതുകൊണ്ട്. അല്ല, അപ്പൊ പുള്ളി പറഞ്ഞു തന്നത് തെറ്റായ മന്ത്രമായിരുന്നു. അപ്പൊ എപ്പോഴാ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ മന്ത്രം ലഭിച്ചത് എപ്പോഴാ? അത് രത്നാകരന് രാമരാമരാന്ന് ജപിച്ചിട്ട് രാമരാമാനായ പോലെ
ഓം ദം ദത്താത്രേയായ നമ എന്ന് പറഞ്ഞ് ജപിച്ച് അത് ദ്രാം ദത്താത്രേയായ നമ എന്നായി. അത് പിന്നീട് അങ്ങനെ തന്നെ ആയി തീർന്നു. പിന്നെ പല ആൾക്കാരോടും ഞാൻ ചോദിച്ച സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു ദത്താത്രേയൻ്റെ മന്ത്രം ദ്രാമാണ്. അങ്ങനെയാണ് എനിക്ക് പിന്നെ അതിനുശേഷം അപ്പൊ അതൊരു ദൈവനിയോഗമാണെന്ന് കരുതുന്നു. ദൈവനിയോഗം തന്നെയാണ്. അല്ല, അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് എങ്ങനെയാ തിരികെ എത്തിയത്? അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത് വന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ അല്ല, അപ്പൊ ഈ നരബലിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇവർ പറയുന്നത് ഞാൻ കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നരബലി നടത്താനൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ശരിക്കും കുംഭകർണൻ്റെ നിധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ട്രഷറിലെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കൊരു ട്രഷർ കിട്ടാൻ യോഗമുള്ളതാണെങ്കിൽ അവിടെ നിധി എടുക്കേണ്ട പൂജയ്ക്കും മറ്റേതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളെ തേടി വരും. അത്യാഗ്രഹത്തിൻ്റെ പുറകെ പോകാതിരിക്കുക. ഇദ്ദേഹം അവിടെ പോകണം, ശ്രീലങ്കയിൽ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നിധി എടുക്കാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഇത് നിധി എടുക്കാനാണെന്നും ട്രഷർ ഹണ്ടിങ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഞാൻ ഇവിടെ എങ്ങാനും സ്വസ്ഥമായിട്ട് കുടുംബത്തോടു കൂടി ജീവിച്ചത്. അപ്പോൾ എന്നിട്ട് തിരികെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ഈ ആധ്യാത്മിക വഴിയിലേക്കുള്ള യാത്ര? പിന്നെ തിരികെ വന്നതിന് ശേഷം ഞാൻ ഈ ഫീൽഡിലല്ലായിരുന്നു. വന്നതിന് ശേഷം പല ഇത് ചെയ്യുമെങ്കിലും ഫീസൊന്നും പറഞ്ഞ് ചെയ്യാറില്ല. ദക്ഷിണ എന്തെങ്കിലും തന്നു ഇല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ല, ശരിക്കും ഇപ്പോൾ ചിലർ പറയും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ദക്ഷിണ കൊടുക്കണം എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ ഇത്ര രൂപയാണ് എൻ്റെ ചാർജ് എന്ന് പറഞ്ഞു വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് പൈസ വാങ്ങിക്കണമെന്നുണ്ടോ, ദക്ഷിണ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ, അതോ ഇതൊരു സേവനമായിട്ട്, അതായത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഈ ജ്യോതിഷവും ഭാവി ഭൂതമൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു സേവനം എന്ന രീതിയിൽ കൊടുക്കേണ്ടതാണോ, അല്ല ദക്ഷിണ കൊടുത്ത് സ്വീകരിക്കേണ്ടതാണോ? രണ്ടുമാണ്. എന്നെ തേടി വരുന്ന പല ആൾക്കാരും, ഞാൻ ആരുടെയും പേരോ സ്ഥലമോ പറയുന്നില്ല. ചില ആൾക്കാരെ വരുന്ന ആൾക്കാർ പലതും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പോലും പറ്റില്ല. വല്ലവൻ്റെയും വൈഫിനെ വേണം, വല്ലവൻ്റെയും ഭർത്താവിനെ വേണം, ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. പക്ഷേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നല്ല കാശ് പറയാറുണ്ട്. നല്ല ആത്മാർത്ഥമായി ചിലത് ചെയ്യും. അതായത് എന്താണ് മന്ത്രങ്ങൾ ജപിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ആണോ? തീർച്ചയായും ഹോമവിധാനങ്ങൾ. പക്ഷെ ഇവിടെയും ഇപ്പം വല്ലവൻ്റെയും വൈഫിനെ വേണം, വല്ലവൻ്റെയും ഭർത്താവിനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ലോജിക്ക് കൊണ്ട് ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും ചതിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവണം. ഇപ്പം ചില ആൾക്കാർ കാശിന് വേണ്ടി നിന്നെ, പക്ഷെ ജീവിക്കാൻ വേറൊരു തന്നെ. അങ്ങനെയാണെങ്കിൽ അവിടെ വശം ചെയ്തോ, ഒരു തെറ്റുമില്ല. വശം ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ അതൊക്കെയാണ് ശരിക്കും ചെയ്യാറ്. അല്ല, പ്രധാനമായും എന്തൊക്കെയാണ് ഇപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ വശ്യം ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതായത് നമ്മളതിനെ സേവനം എന്ന് തന്നെ പറയാം. എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? അല്ല, ഇപ്പോൾ ഈ ആധ്യാത്മിക വഴിയിൽ മറ്റെന്തെങ്കിലും പേര് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെന്തായിരുന്നു? അനസൂയാനന്ദനാഥൻ. അനസൂയാനന്ദനാഥൻ. നാഥപരമ്പര. അതായത് ശ്രീ എമ്മിൻ്റെ ഒക്കെ ഫോളോ ചെയ്യുന്ന നാഥപരമ്പര. ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണോ ദീക്ഷ ലഭിച്ചത്? അല്ല, ഗുരുവിൻ്റെ പേര് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് അനസൂയാനന്ദ കൊടുക്കുന്നത്? അത് സേവനം എന്ന് പറഞ്ഞപ്പോൾ ജ്യോതിഷം എന്നെ തേടി നല്ല കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള ഒരാൾക്കും ഇന്ന് വരെ കരഞ്ഞുകൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ നെഗറ്റീവ് കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാർ ചിലർ വന്നിട്ട് പറയും അയാളെടുത്ത് പോയി അയാൾ പൈസ മാത്രം വാങ്ങിക്കുന്നു, അയാൾ ഇതൊന്നും ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നില്ല. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. എപ്പോഴും ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ തേടി പോകുന്നത്, ജ്യോതിഷികളെയും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തേടി പോകുന്നത് ജീവിതത്തിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, സാമ്പത്തികമായും മാനസികമായും എല്ലാം തകർന്നു നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ബിസിനസ് എല്ലാം തകർന്നു, അല്ലെങ്കിൽ ജീവിതമെല്ലാം നശിച്ച് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സഹായം, ഇങ്ങനെ എന്തെങ്കിലും പരിഹാരം ചോദിക്കുമ്പോൾ, വലിയ വലിയ തുകയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് ശരിക്കും ഒരു ദ്രോഹമല്ലേ ചെയ്യുന്നത്? വരുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ഞാൻ ഒരിക്കലും കഴുത്തിന് പിടിക്കാറില്ല. ഇനി കാശില്ല എന്ന് പറയുന്നവർക്കും ചെയ്തു കൊടുക്കാം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഇങ്ങനെ റേറ്റ് പറഞ്ഞിട്ട് ഇത്ര രൂപയാണ്, എന്നിട്ട് ഇത്ര രൂപയുടെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ കേട്ട അറിവ് വെച്ച് പറയുകയാണ്. അപ്പോൾ സാമ്പത്തികമായി പരാജയപ്പെട്ട് നിൽക്കുന്നവരോട് എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇതിന് ഫലമുണ്ടായി, നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ ഇത്ര രൂപ ഇതിന് ചെയ്യൂ, അങ്ങനെ പറയാൻ ഏതെങ്കിലും ഒരാൾ മനസ്സ് കാണിക്കാറുണ്ട്? ശരിക്കും ഇത് മനുഷ്യർക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ജ്യോതിഷന്മാരെല്ലാം ചെയ്യുന്നത്? പറയാറില്ല. ഞാൻ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അടുത്ത് ചില കേസുകൾ വരാറുണ്ട്. ഇപ്പോഴും എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളുണ്ട്. അവർ ഫാമിലി കേസാണ്, ഭാര്യ ഭർത്താവ് വിഷയമാണ്. അവരിപ്പം
യോജിച്ചു ഒരു ഇതിൽ നിൽക്കുന്നു. രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇപ്പം നിൽക്കുന്നതാണ്. മറ്റേ കോടതി വരെ പോയിട്ടില്ല, കോടതി ഈ കേസിൽ നിൽക്കുന്നുണ്ട്. അതിൽ മാറ്റങ്ങളുണ്ട് അവർക്ക്. അപ്പൊ എന്താ പൂജകളാണോ ചെയ്യുന്നത്? ഈ പൂജകൾക്ക് ഫലമുണ്ടോ യഥാർത്ഥത്തിൽ? എങ്ങനെയാണ് ഈ പൂജകൾ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാം. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഈസ് പൂജ. ഒരു ദേവതയെ ആരെയും പോയി വശീകരിക്കുകയോ ഒരു ദേവതയെ ആരെയും പോയി കൊല്ലുകയോ ചെയ്യില്ല. ഇപ്പോൾ ഒരാളോട് വശ്യം തോന്നുന്നു, അതിനൊരു സാഹചര്യം ഉണ്ടാവണം. ഒരു വിദ്വേഷം തോന്നണം, അതിനൊരു സാഹചര്യം ഉണ്ടാവണം. മരണമാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഒരാൾ എന്നെ കൊല്ലാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു. അത് വീട്ടിലിരുന്ന് കർമ്മം തന്നെ ചെയ്യണമെന്നില്ല. ഒരു നല്ലൊരു ഉപാസകനാണെങ്കിൽ സങ്കല്പം മാത്രം മതി. അത് ആർക്കും നിരോധിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഊർജ്ജം നമ്മളെ ബോഡിയെ വലയം ചെയ്യും. അത് വലയം ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് കമ്പിയിൽ ഞാൻ കൈ ടച്ച് ചെയ്തു, സാഹചര്യമാണ്, മരിക്കാം. ഒരു പാമ്പ് ഇതിലേ പോകുന്നു, പാമ്പ് കടിച്ചാൽ ചാവാം. ഇനി ചാകേണ്ട സമയമായിട്ടില്ല, പക്ഷെ ഞാൻ ഒരു കർമ്മം ചെയ്തു ഒരാളെ കൊല്ലാൻ, അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ ഒരാളൊരു കർമ്മം ചെയ്തു, ചാകേണ്ട സമയമായിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്രദ്ധ മൂലം ഒരു വണ്ടി തട്ടിയാൽ ഞാൻ കോമാ സ്റ്റേജിൽ കിടക്കും.